ഏത് പരിപാടിക്ക് വന്നാലും അതൊരു ആഘോഷമാണ്. കാരണം നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ ഓരോ ഭിന്നശേഷിക്കാർ അവരുടെ കാലില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മറന്നു വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഏത് പരിപാടിക്ക് വന്നാലും ആഘോഷം ഇവിടെയാണ്. ജയകൃഷ്ണൻ സാറിനെ എന്നെ വിളിച്ചപ്പം ഞാൻ ചോദിച്ചു ഈ ഓണാഘോഷ പരിപാടിക്ക് എന്ത് പ്രോഗ്രാം ഉള്ളതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു നിഷചേച്ചിയാണ് ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ വള്ളംകളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് തുഴയൊക്കെ റെഡിയാക്കി വെക്കണമെന്ന്. ഇവർക്കൊക്കെ ഒരു ആവേശമായി ഈ പരിപാടി. അങ്ങനെ നടത്താനുള്ള കാരണം എന്താ? ഞാനൊരു കുട്ടനാട്ടുകാരിയാണ്. അപ്പം എൻ്റെ ഉള്ളിലൊരു വള്ളംകളി എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഓണത്തിൻ്റെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നോക്കുമ്പം ഇവർ വെറുതെ ഇരിക്കുന്നു, പിന്നെ കൈകൊട്ടിക്കളിയൊക്കെ ബാക്കിയുള്ളവർ ചെയ്യുന്നു. അപ്പം ഇവരെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം വേണമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഒന്ന് ഒരു വള്ളംകളി ആയിക്കോട്ടെ. അപ്പം അങ്ങനെയാണ് ആദ്യത്തെ പ്രാവശ്യം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു വലിയൊരു കാര്യം. ഈ അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ എവിടുന്നാ ശേഖരിച്ചേ? കുറച്ച് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചു, കുറച്ച് ഞങ്ങൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തു. പിന്നെ മറ്റേ സ്ഥലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന നിതിൻ വടക്കൻ എന്ന് പറഞ്ഞ ആൾ പുള്ളിയുടെ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നു. പാലായിൽ നിതിൻ വടക്കൻ. എങ്ങനെയുണ്ട് ഈ ഓണാഘോഷ പരിപാടികളെ കുറിച്ച്? അടിച്ചു പൊളിക്കണം. എത്ര ആളുകൾ പങ്കെടുക്കും ഓണാഘോഷ പരിപാടിയിൽ? 250 എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണ കിറ്റ്, അവിടെ കിറ്റ് ഇറക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ കിറ്റിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഈ കിറ്റിനകത്ത് ഒരു 19-21 കൂട്ടം സാധനമുണ്ട്. ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കുന്നല്ലേ? അതായത് തേങ്ങ, എണ്ണ, സോപ്പ്, ഒരു വീട്ടിലേക്ക് എല്ലാ വിധ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ സഹായം വല്ലതും ഉണ്ടോ? സർക്കാരിൻ്റെ സഹായമില്ല, എല്ലാം നല്ല സുമനസ്സുകളുടെ സഹായമുണ്ട്. ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന പരിപാടി അല്ലേ? നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാ വർഷവും ചെയ്യുന്ന? എല്ലാ വർഷവും ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഓണ സമ്മാനമായിട്ട് ഓണക്കോടി വരെയുണ്ട് കൊടുക്കുന്നുണ്ട്. ഓണക്കോടിയും കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. നമ്മൾ സാധുക്കളായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരാലംബരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് ഒരു ഓണത്തിന് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ അവരുടെ വേദന, അവരുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് അവരോടൊപ്പം നമ്മളൊരാളായി മാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഓണാഘോഷം. അപ്പോൾ അപ്പോഴാണ് ഓണമാവുന്നത്. മറ്റുള്ളവരുടെ ദുഃഖത്തിലും അവരുടെ സങ്കടത്തിലും ഒക്കെ പങ്കുചേരണം നമ്മൾ സഹജീവികൾ എന്ന നിലയ്ക്ക് നമുക്ക് അതിനുള്ള കടമയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മാർഗമാണ് ദയ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളെ കുറിച്ചൊന്ന് പറയാമോ? ഇന്നത്തെ ഓണാഘോഷ പരിപാടി എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന
ഇതാണ് ഓണാഘോഷ പരിപാടി. ഓണത്തിന് മുമ്പാണ് നമ്മൾ എല്ലാ വർഷവും ഓണാഘോഷ പരിപാടി ചെയ്യുന്നത്. ഈ വർഷം നമുക്ക് ഹോള് ഒഴിവ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഓണാഘോഷ പരിപാടി ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിരിക്കുന്നത്. ഏകദേശം ഒരു 150-ന് മേളിൽ ആൾക്കാർ ഇന്ന് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 6 ഡിസ്ട്രിക്റ്റിൽ നിന്ന് പിന്നെ ഭിന്നശേഷിക്കാർ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇന്നത്തെ ഉദ്ഘാടകനായിട്ട് നമ്മുടെ ഭിന്നശേഷി കമ്മീഷണർ നമ്മുടെ PT ബാബുരാജ് സാറാണ് ഇന്ന് മെയിനായിട്ട് പങ്കെടുക്കുന്നത്, ഉദ്ഘാടകന്. പിന്നെ നമ്മുടെ ദയയുടെ മെൻറ്ററും കൂടെ ആയിട്ടുള്ള നിഷ യോസ്കേമാണിയാണ് മുഖ്യ അതിഥി. അതുപോലെ തന്നെ ഡോക്ടർ പ്രവീണ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, നമ്മുടെ അഗസ്ത്യൻ PDM അച്ഛന്, ദയയുടെ ടീമംഗങ്ങൾ എല്ലാവരുമാണ് ഇന്ന് ദയയുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ ഓണാഘോഷ പരിപാടിയിൽ എത്തുന്ന ആളുകൾക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് നിലവിൽ നമ്മൾ ഇന്നത്തെ ഓണാഘോഷ പരിപാടിയിൽ എല്ലാ പരിപാടിയിലും ദയയുടെ എല്ലാ പരിപാടിയിലും 25 ഐറ്റം സാധനങ്ങൾ അടങ്ങിയ ഫുഡ് കിറ്റാണ് തയ്യാറാക്കുന്നത്. 10 കിലോ അരി ഉൾപ്പെടെയുള്ള 25 ഐറ്റം സാധനങ്ങളടങ്ങിയ പിന്നെ ഫുഡ് കിറ്റാണ് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പല ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ടാണ് നമ്മളിന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. നിലവിൽ നമുക്ക് പിന്നെ ഇന്ന് ഡയപ്പർ കൊടുക്കുന്നുണ്ട്, അണ്ടർപാഡ് കൊടുക്കുന്നുണ്ട്, കോട്ടന്, ഗ്ലൗസ്, യൂറിൻ ബാഗ്, യൂറോകോണ്ടം, കത്തീറ്റർ, പിന്നെ വാക്കർ, ക്രച്ചസ്, വീൽ ചെയർ എല്ലാം നമ്മളിന്ന് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഭിന്നശേഷിക്കാരെ സമൂഹത്തിലെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഈ ദയ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. തീർച്ചയായിട്ടും. അപ്പം അവർക്കൊരു മനസ്സിന് സന്തോഷവും ഒരു കുളിർമയൊക്കെ ഏകാൻ വേണ്ടിയാണല്ലോ ഈ ഓണാഘോഷ പരിപാടി നടത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇന്ന് അവർക്ക് പിന്നെ ഇന്ന് സ്റ്റേജിലെ പ്രോഗ്രാം ഒരു കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ വള്ളംകളി, വടംവലി, അവർക്ക് അവരുടേതായ രീതി ഓണപ്പാട്ട് അവരുടേതായ രീതിയിൽ അവർക്ക് എന്തൊക്കെ നിലവിൽ ചെയ്യാൻ കഴിയുമോ ആ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയാകുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ആനന്ദം പിന്നെ വീടിൻ്റെ ചാർത്തിനകത്ത് അകപ്പെട്ട് ഇരുട്ടറയിൽ കിടന്നിരുന്ന ആൾക്കാർ വെളിയിൽ വന്ന് അവരുടെ ഓണാഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് പാമ്പിൻ്റെ നടുവിൽ അടി കൊണ്ട പോലെ എഴയുന്ന അവരുടേതായിട്ടുള്ള ഓണാഘോഷമാണ്. അതിന് വലിയ പുതുമകളുണ്ട്, അതിന് വലിയ ആനന്ദമുണ്ട്. ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും എന്തെന്നില്ലാത്ത സന്തോഷവുമാണ് ദൈവം ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ഒന്നിച്ചു കൂടാൻ കഴിയുന്നത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം ജീവിതം തീർന്നു പോയ ആൾക്കാരാണ്. ദയയുടെ സ്ഥാപകനും ചെയർമാനുമായ ഞാൻ 2001 എനിക്കൊരു അപകടം പറ്റിയാണ് എനിക്കിങ്ങനെ നടുവ് തളർന്ന് ഞാൻ ഇരിക്കാനിടയായത്. ഏകദേശം ഒരു 4 വർഷ കാലഘട്ടം ഞാൻ പൂർണ്ണമായിട്ടും കട്ടിലേൽ എൻ്റെ റൂമിൽ നിന്ന് വെളിയിൽ പോലും പോകാൻ മേലാതെ അകപ്പെട്ടിരുന്ന ഒരാളാണ്. എന്നിലൂടെ ഉണ്ടായതാണ് ഈ ദയ. വലിയ സന്തോഷവും വലിയ അഭിമാനവും എല്ലാം ഇന്ന് ദയയിൽ നമുക്കുണ്ട്. അത് നയിച്ചുകൊണ്ട് പോകുന്ന ദയയുടെ ടീമംഗങ്ങളാണ് എന്നും ദയയുടെ ബലം. ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ജയേഷൻ എന്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് പാറമടയായിരുന്നു. കല്ലിൻ്റെ പണികളൊക്കെ ചെയ്യുന്ന ഇതായിരുന്നു. എൻ്റെ പിതാവും കല്ലിൻ്റെ പണികൾ ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ ഇത് ഏറ്റെടുത്ത് തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ജീവിതമാർഗമൊക്കെ കണ്ടെത്തി അങ്ങനെ പോകുന്നതിനിടയിലാണ് നമുക്കിങ്ങനെ അപകടം ഉണ്ടാവുകയും ഇങ്ങനെ ആവുകയും ചെയ്തത്. ഇത് എൻ്റെ ഭാര്യ ആണ്, മിനി ജയകൃഷ്ണൻ. മോള് ജിനു ജയകൃഷ്ണൻ. മോള് ദയയുടെ വൈസ് ചെയർമാനും ദയയുടെ അക്കൗണ്ടറുമാണ്.
പിന്നെ മോളുടെ കല്യാണമൊക്കെ ആയിരിക്കുന്ന സമയമാണ്. അപ്പം മോള് മാർക്ക് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ദയക്കിന് നേരിടും. അപ്പോൾ അതെല്ലാം തരണം ചെയ്യാൻ മകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എൻ്റെ മോനാണ്. മോൻ ദയയുടെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. പ്രോഗ്രാമുകൾ 2017 മുതൽ ദയ ഇത്രയും വളരെ ഉയർന്നതും ദയ ഈ രജിസ്ട്രേഷനെല്ലാം നേടിയതും എൻ്റെ മോളുടെയും എൻ്റെ മോൻ്റെയും കഴിവാണ്. അവരാണിത് കോർഡിനേറ്റ് ചെയ്ത് മറ്റുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയും മറ്റുള്ള സൊസൈറ്റി വഴിയും എൻ്റെ കുഞ്ഞുങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെന്ന് കണ്ട് പഠിച്ച് എൻ്റെ അരികിൽ വന്ന് പറഞ്ഞ് ഞാൻ അവിടം പോയി സന്ദർശിച്ച് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സൊസൈറ്റിക്ക് ഇത്രയും രജിസ്ട്രേഷനും എല്ലാം നേടി ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ജയകൃഷ്ണൻ ഇങ്ങനെ അപകടം ഉണ്ടായപ്പം സങ്കടം ഉണ്ടായില്ലേ? സങ്കടം ഉണ്ടായി. പക്ഷെ അതൊരു ദൈവനിയോഗമായിരുന്നു അല്ലേ? നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ ഒത്തൊരുമിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ മുൻപന്തിയിൽ നിന്ന് ചെയ്യുവാൻ സാധിച്ചൊരു ദൈവ നിയോഗമായിട്ട് ഇപ്പം കരുതുന്നില്ലേ? അതിനിപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ജയകൃഷ്ണൻ ചെയ്യുമ്പം എന്ത് തോന്നുന്നു? ഞങ്ങൾക്കൂടെ സഹകരിച്ച് ഒപ്പം നിൽക്കുകയോ ചെയ്യുന്നത്. എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലായി, ഇവിടുത്തെ പരിപാടിക്ക് വന്നപ്പോൾ മനസ്സിലായി. മോള് പപ്പായുടെ കൂടെ എല്ലാ പരിപാടികൾക്കും ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലേ? ഉണ്ട്. ഈ ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും വിവാഹത്തിനൊക്കെ ശേഷവും നിൽക്കുമോ? ഉണ്ണിച്ചേട്ടനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പുരാണ കഥകൾ കേൾക്കാനും ഭക്തിപരമായ കാര്യങ്ങൾ കേൾക്കാനുമാണ്. ഉണ്ണിച്ചേട്ടൻ്റെ അരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. അത് പറഞ്ഞു തന്നതിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ അരികിൽ കാരുണ്യം ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടാകാനും എനിക്കിടയായത്. ഇന്ന് ദയയുടെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്താണ് ഉണ്ണിച്ചേട്ടന് ഇരിക്കുന്നത്. ഈ ദയയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ ദയയുടെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് മാത്രമല്ല, ജയകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം അനുജനെ പോലെ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ജയകൃഷ്ണന് ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ സംസ്ഥാന റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സ്പെർട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ എൻഫോഴ്സ്മെൻറ്റ് ദക്ഷിണ മേഖല എൻഫോഴ്സ്മെൻറ്റ് RTO ആണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ശബരിമലയുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ റോഡ് സേഫ്റ്റി പദ്ധതിയായ സേഫ് സോൺ എന്ന് പറയുന്നതിൻ്റെ ചീഫാണ്. അതിനെല്ലാം പുറമെ കേരള ഹൈക്കോടതി കേരള സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്തിട്ട് ഈ സേഫ് സോൺ പദ്ധതി പോലെ തന്നെ കേരളത്തിന് സമഗ്രമായ ഗതാഗത സുരക്ഷാ പദ്ധതി അടുത്ത 50 വർഷക്കാലത്തേക്കുള്ളത് പഠനം നടത്തി പ്ലാൻ ചെയ്യുന്നതിനായിട്ട് തന്നെ ഏകാംഗ കമ്മീഷനായിട്ട് നിയമിച്ചിരുന്നു. അത് ഞാൻ 2015 മുതൽ 17 ജൂലൈ വരെ പഠനം നടത്തി നൽകിയ പ്രോജക്റ്റാണ് സേഫ് കേരള എന്ന് പറയുന്ന പദ്ധതി. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല, ഭാഗികമായിട്ട് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതൊരു വിജയമാണെന്ന് പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയെ പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കേരളത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിരിക്കും. അത് സുപ്രീം കോടതിക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും കേരള സർക്കാരിനും ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അങ്ങനെ 2022 വരെ ഞാൻ ഈ ശബരിമലയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ ചുമതലകൾ വഹിച്ചു വന്നിരുന്നതിനാൽ ഈ ഇനം സംഘടനകളിലെ ആധികാരിക സ്ഥാനങ്ങളിലേക്ക് വന്നിരുന്നില്ല. എന്നാൽ 2010 മുതൽ തന്നെ ജയകൃഷ്ണനുമായിട്ടുള്ള അടുപ്പം മൂലം എപ്പോഴും ഇതിനകത്ത് അനൗദ്യോഗികമായിട്ട് ഞാൻ ഇടപെടുകയും എന്നാൽ കഴിയുന്ന സഹകരണം ഉറപ്പാക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് 2023 ശേഷമാണ് ഇപ്പോൾ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടത്, ഇനി സാർ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഞങ്ങളുടെ കൂടൊപ്പം വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ജയകൃഷ്ണൻ്റെ കൂടെ ഇതിൽ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളിലും ഞാൻ എപ്പോഴും തുണയായിട്ട് കൂടെയുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഈ അപകടം പറ്റിയും അല്ലാതെയും ജന്മന തന്നെയും ഒക്കെയും ഉണ്ടാകുന്ന അംഗവൈകല്യത്തെ സമൂഹത്തിൽ ഒരു അപചയമുണ്ടാവാതെ ബുദ്ധിമുട്ടുണ്ടാവാതെ അവർക്ക് സമൂഹത്തോടൊപ്പം നിന്ന് അവനവന് ചേരുന്ന രീതിയിൽ സ്വയമേ തൊഴിൽ ചെയ്യുന്നതിനും ജീവിക്കുന്നതിനും നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനും ഉണ്ടാകുന്ന ആത്മശക്തി നേടിക്കൊടുക്കുന്നതിന് പുറമെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും വീടില്ലെങ്കിലോ വീട്ടിലേക്ക് വഴിയില്ലെങ്കിലോ അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തെങ്കിലും വാട്ടർ ബെഡോ ഈ വീൽ ചെയറോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതുപോലെ തന്നെ മെഡിസിൻ ഈ അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം നൽകുന്നതിനും ജയകൃഷ്ണൻ എനിക്ക് വേണ്ടതുപോലെ തന്നെ അവർക്കും ആവശ്യമുണ്ടല്ലോ എന്ന് കരുതി
ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് സമാഹരിച്ച് നൽകി വരികയാണ്. അത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. അവനവൻ്റെ ജീവിതകാലത്ത് സാർത്ഥകമായി പ്രവൃത്തി ചെയ്തു പോകാൻ പറ്റുന്ന നല്ലൊരു പ്രവൃത്തിയാണ് ശ്രീ ജയകൃഷ്ണൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് തുടർന്ന് പോകുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. ഇതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം പങ്കെടുക്കുന്നത്. ദയയുടെ എക്സിക്യൂട്ടീവ് അംഗം സിബു പി നാരായണൻ. ഈ ദയയുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്ന് തോന്നുന്നു? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കിടപ്പ് രോഗി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നേരിൽ കണ്ടു. എൻ്റെ ഒരു ചെറിയ കൈത്താങ്ങും കൊണ്ട് ആ രോഗിക്ക് കിട്ടിയ ഒരു ആശ്വാസം എന്തുമാത്രമാണെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യ പരിചരണ വിഭാഗത്തിൽ എന്നാൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയും അങ്ങനെ ഞാൻ പാലാ ഗവൺമെൻറ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ രാമപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്ത് പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 40 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയി. ആ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സഖ്യം ചേർന്നുകൊണ്ട് വീട്ടിലെ കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ദയയിലും ഈ പറഞ്ഞത് 2017 മുതൽ പ്രവർത്തിക്കുന്നു. അപ്പം ഈ ദയയുടെ തന്നെ ഒരു മോട്ടോ എന്ന് പറയുന്നത് മൈ ഡിസബിലിറ്റി അതായത് ജയകൃഷ്ണൻ ചേട്ടൻ്റെ ഈ ഡിസബിലിറ്റി എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ. അപ്പോൾ 2 കൈയും 2 കാലുമുള്ള എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അവർക്കൊരു ആശ്വാസമാകട്ടെ. എനിക്ക് കിട്ടുന്ന ജോലിയുടെ ഇടയ്ക്ക് എനിക്ക് കിട്ടുന്ന ലെഷർ ടൈം, ഇപ്പോൾ ഓണത്തിനൊരു ആഘോഷം, ഒരു ദിവസം ഓഫ് ഇവരുടെ കൂടെയായി, ക്രിസ്മസിന് ഇങ്ങനെയല്ല എനിക്ക് കിട്ടുന്ന ഒരു ലെഷർ ടൈമിനൊപ്പം പങ്കെടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹോം കെയറിന് പോകാറുണ്ട്. കിടപ്പ് രോഗികളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എക്സസൈസും ഫിസിയോതെറാപ്പിയൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് ഞങ്ങൾ ഹോം കെയറിന് പോകാറുണ്ട്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് അവർക്ക് കൊടുത്ത് ഒരു ആശ്വാസം കിട്ടിയാൽ അത് നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനമാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ജയകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വന്തം കയ്യിൽ നിന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ രോഗികൾക്ക് അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടാവോ അത്രയും കഷ്ടപ്പെട്ട് മാക്സിമം അവരുടെ ഒരു ഭിന്നശേഷിക്കാരൻ എന്ന നിലയിൽ അവരുടെ ആവശ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊരു ഭാഗമായിട്ട് മാറാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്കും കിട്ടുന്ന സമയം ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു വൈകല്യമുള്ളവന് അല്ലെങ്കിൽ നമ്മുടെ സഹായം അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം ആവശ്യമുള്ളവന് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ മക്കളെയും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിലൊരു വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയും സർവീസ് കഴിഞ്ഞാലും ഇതിൽ തുടർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ദയ പാലിയേറ്റീവിൻ്റെ 14ാമത്തെ വീട് പണി തീർന്നിരിക്കുകയാണ്. ആ വീട് നിലവിൽ പിന്നെ തോമസ് കുട്ടി എന്ന് പറയുന്ന നമ്മുടെ സെർവ്വപാൾസിയുള്ള ഒരാളാണ്. ഇദ്ദേഹം M.Com വരെ പഠിച്ച ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ കണ്ടതിലൂടെയാണ് ഇദ്ദേഹത്തിലേക്ക് എനിക്ക് കൂടുതലൊരു ഇഷ്ടവും അദ്ദേഹം കൂടുതൽ പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തോട് കൂടുതലൊരു പ്രിയവും. 2 പെങ്ങന്മാരുടെ ഒരാങ്ങളെയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തോട് വീണ്ടും ഒരു ഇഷ്ടം കൂടുകയും ഒക്കെ ചെയ്താണ് അദ്ദേഹത്തിലേക്ക് ഒരു വീട് പണിത് കൊടുക്കാൻ ഇദ്ദേഹം തീരുമാനമെടുക്കുന്നത്. അതിന് നമുക്ക് സ്ഥലം അനുവദിച്ചു തന്ന തെങ്ങുപള്ളി ജയ്മോന്, അതിന് വീട് പണിത് തന്ന സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരുണ്ട്. അതിൽ വലിയ എമൗണ്ട് ചെയ്ത ഒരു കുവൈറ്റിലുള്ള ഒരു നന്മയും കരുണയുമുള്ള ഒരു വലിയ ഹൃദയത്തിൻ്റെ ഒരു ഉടമയാണ്. അതിൻ്റെ വലിയൊരു എമൗണ്ട് ഈ വീടിന് വേണ്ടി മുടക്കിയത്. ഏകദേശം ഒരു 13 ലക്ഷം രൂപയ്ക്ക് മേളിൽ അദ്ദേഹം പിന്നെ ഈ വീടിനായിട്ട് അദ്ദേഹം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സ്നേഹമാണ് ഇതിരുന്നിരിക്കുന്നത്. 19-ാം തീയതി അതിൻ്റെ താക്കോല് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഈ ദയയുടെ പരിപാടികളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ പരിപാടി പങ്കെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ ജയകൃഷ്ണൻ ചേട്ടനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വഴി വെച്ചൊന്ന് കണ്ടു പരിചയപ്പെട്ടതാണ്. അത് കഴിഞ്ഞ പിന്നെ എനിക്കൊരു വളരെയേറെ ഒരു കൗതുകം തോന്നി. ഇങ്ങനെ ഈ കാര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ കൂടുതൽ പഠിച്ചു വന്നു. പിന്നെ അവസാനം ഇപ്പം ഞാൻ എനിക്കൊരു ഭാഗമായി ഡിസ്കസ് ചെയ്ത പല കാര്യവും തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇന്നിപ്പോൾ രാവിലെ ജയകൃഷ്ണൻ ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു, ജയകൃഷ്ണൻ രച്ചി ഒന്ന് മെലിഞ്ഞോന്ന് സംശയം. അപ്പം ഞാൻ ഭയങ്കര ഓട്ടത്തിലാണ്. അപ്പം ഞാൻ പറയാം, ജയകൃഷ്ണൻ ചേട്ടൻ വീൽ ചെയറിലിരുന്ന് മനസ്സാണ് ഈ ഓടുന്നത്. മനസ്സാദ്യം ഭയങ്കര സ്പീഡിൽ ഓടും, ഹൃദയം ആ കൂട്ടത്തിൽ, പിന്നെയാണ് കാലും കൊണ്ടുള്ള ഓട്ടം, ഈ വീൽ ചെയറും വെച്ചുള്ള ഓട്ടം.
അപ്പം അങ്ങനെയാണ് ഇദ്ദേഹം ഇപ്പം മെലിഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ്, ആ ഡെഡിക്കേഷൻ അത് എനിക്ക് കണ്ട് മനസ്സിലാക്കി. അതോടുകൂടിയാണ് ഞാൻ എപ്പോഴും പ്രോഗ്രാംസിനൊക്കെ വരികയും പിന്നെ ഇവിടുത്തെ ഓരോരുത്തരും എൻ്റെ ഒരു ഭാഗമായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്നെ വിളിക്കുകയും ഫോണിൽ വിളിക്കുകയും. ഒരു പൊന്നമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചിയുണ്ട്, എന്നെ വിളിക്കും വരും. പൊന്നമ്മച്ചി എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ക്യാൻസർ വന്നപ്പോൾ എന്നെ വിളിച്ച് അന്വേഷിച്ച എത്രയോ പേരുണ്ട് ഇതേ കുടുംബത്തിലെ. എങ്ങനെയുണ്ട് മോളെ, എങ്ങനെയുണ്ട്, കാണാൻ പറ്റുമോ, എപ്പോഴാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു. ഇന്നും ഞാനിവിടെ കയറി വന്നപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യം, അങ്ങനെ ചോദിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അംഗം, അവരുടെ ഒരു പ്രാർത്ഥന, അങ്ങനെയുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ പ്രാർത്ഥന തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ട്. അതാണ് എനിക്കൊരു ഊർജ്ജം തരുന്നത് എപ്പോഴും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായിട്ട് നിയമിതനായതിനു ശേഷം ആദ്യമായിട്ട് ഈ ദയയുടെ ഒരു പരിപാടി പങ്കെടുക്കുകയല്ലേ? ദയയുടെ ട്രഷറർ കൂടിയായിരുന്നു സാർ അല്ലേ? ഇപ്പം ഈ സ്ഥാനലബ്ധിയെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ഭിന്നശേഷി മേഖലയിൽ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അത് പരിഹരിക്കുന്നതിന് അപ്പെക്സ് ബോഡിയാണ് ഭിന്നശേഷി കമ്മീഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ഏറ്റവും ഉന്നതമായ അധികാരത്തോടു കൂടിയിരിക്കുന്ന ഒരു സ്ഥാനം ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും അവർക്കുള്ള മറ്റ് പ്രവർത്തനങ്ങളും മേഖലകളും ഒക്കെ കണ്ടെത്തി അത് പരിഹരിക്കാനും അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് കമ്മീഷൻ ഉള്ളത്. ഈ ഭിന്നശേഷിക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ സ്ഥാനം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊരു പ്രതീക്ഷയില്ലേ? ഉണ്ട്. മിനിസ്റ്റർ സാമൂഹിക വകുപ്പിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന ഡോക്ടർ ബിന്ദു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഭിന്നശേഷി മേഖലയിൽ നിന്ന് ഒരു വ്യക്തി ആദ്യമായിട്ടാണ് കമ്മീഷനാവുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക്. തീർച്ചയായിട്ടും അത് സഫലീകരിക്കും എന്നാണ് ടീച്ചർ ഞങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ചത്. ഇന്ന് ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സാറാണ്. അപ്പം ഇവിടെ വന്നപ്പം തന്നെ ഒരു അപേക്ഷയായിട്ട് വന്നപ്പം സാറത് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കേൾക്കുന്നതും കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാർക്ക് ഒരു ആവേശമായിട്ട് സാറിൻ്റെ സ്ഥാനലബ്ധി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ഇവരോട് എന്താണ് പറയാനുള്ളത്? ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ട്. വർഷങ്ങളായിട്ട് 5-6 വർഷത്തിന് മേലെയായി ഇവിടെ വരുന്നു. അപ്പോൾ തന്നെ ഈ പ്രാവശ്യം കമ്മീഷനായിട്ട് വന്നു എന്നല്ല, അവരുടെ കൂട്ടത്തിൻ്റെ അംഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ സ്ഥാനലബ്ധി അവരെ സംബന്ധിച്ചും എനിക്കും വലിയൊരു ഗുണകരമാണ്. മുമ്പോട്ടുള്ള യാത്രയിൽ കുറച്ചുകൂടെ അവരെ ശാക്തീകരിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഒത്തിരി സന്തോഷമുള്ള കൂടി ഇത് വരാനും ഇവരുടെ കൂടെ ഓണ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും ഇവിടെ ഒരു ഓണാഘോഷ പരിപാടിക്ക് വരാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ ദയയുടെ ഒരു അംഗമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരുമിച്ച് ആണ് ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അടിപൊളിയാക്കുന്നത് അല്ലേ? ആണോ? ഞാൻ ഒത്തിരി വലിയ പ്രസംഗങ്ങളൊക്കെ കേട്ട് നിങ്ങൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ചെറിയൊരു കഥ മാത്രം പറഞ്ഞ് നിർത്തുവാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പലർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഓണാഘോഷ പരിപാടിയിൽ ഓണത്തിൻ്റെ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം. 2014 ഒരു സന്ദർഭത്തിൽ ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാൻ പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വർക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസുമായിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവെടുക്കാനായിട്ട് ഞാൻ പോവും. അപ്പോൾ അവരെ കുറേ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് എൻ്റെ ശരിക്കും എൻ്റെ ജോലി. ലൈഫിലെ ഒരു മിഷൻ, ഒരു ദൈവവിളി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ പോയ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പേഷ്യൻറ്റിനെ കണ്ടു. അവരുടെ അളവെല്ലാം എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് ആ വിഗ് അവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഒരു പ്രായം കുറഞ്ഞൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് തന്നെ കൊടുക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ അവർക്ക് കൊറിയറിൽ അവരുടെ വീട്ടിൽ ചെല്ലും ഈ വിഗ്. പക്ഷെ ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ചേച്ചീൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷമായി. ഈ 4 വർഷത്തിന് മുമ്പ് എല്ലാ വർഷവും എനിക്ക് ഓണക്കോടിയായിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് രാവിലെ കൊണ്ടൊരു ഓണക്കോടി സമ്മാനമായിട്ട് വെക്കും. ഞാൻ അത് ഉടുത്തൊക്കെയാണ് ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്നത്.
പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം ഓൺബോർഡിയില്ല, ഒന്നുമില്ല. എനിക്കും അതിലൊരു ആഘോഷിക്കണമെന്ന് തോന്നിയില്ല. പക്ഷെ ഇന്ന് ചേച്ചി എനിക്ക് കൊണ്ടുവന്ന് തന്ന വിഗ് അതൊരു ഓണക്കോടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ ഓണക്കോടി ഞാൻ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകും, ആ വിഗും ഇട്ടിട്ട് അമ്പലത്തിൽ പോകും. ഞാനിത് പറയാൻ കാരണം നമ്മൾ പലപ്പോഴും ഓരോരുത്തർക്കും ഇന്നിപ്പം ഓണത്തിൻ്റെ അന്ന് നോക്കുമ്പം ആർക്ക് എന്താണ് ഏറ്റവും ആവശ്യം? ചിലർക്കൊരു വീട്ടിലൊരു നല്ലൊരു അത്തപ്പൂ ഇടണം, ചിലർക്ക് ഓണത്തിന് നല്ല സദ്യ വേണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ജയകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ. അതിനൊരു വലിയൊരു അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. കാരണം ഇന്ന് മാത്രമല്ല, പല തവണ ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം മനസ്സിലാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓണക്കോടി ആയിട്ട് തരുന്നു. ക്രിസ്മസിന് നിങ്ങൾക്ക് തരുന്നത് ക്രിസ്മസിൻ്റെ ചില നല്ല നല്ല ഗിഫ്റ്റ്സ്, അത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കണം. നല്ലൊരു വീണ്ടും നല്ല ഊർജ്ജമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണ് മനുഷ്യർക്ക് ആവശ്യം, ഹൃദയസ്പന്ദനം എന്താ എന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നത്. അത് പറയുമ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒത്തിരി പേരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, വീൽ ചെയറിൽ ഇരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ നമ്മളെപ്പോഴും ഭിന്നശേഷിക്കാരുടെ ഹൃദയസ്പന്ദനത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് തിരിച്ചു പറയുന്നു, നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ വന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഒപ്പമുള്ള വ്യക്തികൾ, അവർക്കും ഉണ്ട് ഹൃദയസ്പന്ദനം. അത് നിങ്ങൾ കേൾക്കണം, നിങ്ങളും കേൾക്കണം. അവർക്കും ആവശ്യങ്ങളുണ്ട്, അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടുപേരും ഒരു കൈ പിടിച്ചിവിടെ വന്നിരിക്കുന്നത്. ഏത് ഭാവത്തിലും ഏത് രൂപത്തിലായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. അവർ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ്. അപ്പം അവരുടെയും ഹൃദയസ്പന്ദനം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കേട്ട് അവരുടെ ആവശ്യങ്ങളും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. കാല് മാത്രമേ നമുക്ക് ഒരു ശേഷി നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ഹൃദയം നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് വേണ്ടത് ചിലപ്പോൾ വെറുതെ ഒരു ടച്ചായിരിക്കാം, ഒന്ന് തൊടുക, അല്ലെങ്കിൽ ഒന്ന് പറയുക. അതെ, ആ ചേച്ചിക്ക് ഭയങ്കര ഒരു ചിരി അത് കേട്ടപ്പോൾ. ഐ ലവ് യു എന്നൊക്കെ പറയാം അല്ലേ ചേച്ചി, ഒരു കുഴപ്പമില്ല, ഇടയ്ക്ക് അതൊക്കെ പറയാം. അവർക്ക് വേണ്ടത് അതുപോലെയുള്ള ചില വാക്കുകൾ. ആ പച്ച ഷർട്ട് ഇരിക്കുന്ന ചേട്ടൻ ഇപ്പൊ റെഡി ഐ ലവ് യു പറയാനായിട്ട്. അപ്പൊ നമുക്ക് വേണ്ടത് കൊച്ചു വർത്തമാനങ്ങൾ, കൊച്ചു ഇങ്ങനെ ചുമ്മാ തൊട്ടിട്ട് ഇത്രമാത്രം ചിലപ്പൊന്നും പറയണ്ട. ഇത് ഞാൻ ആക്ച്വലി പഠിച്ചത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മായിക്ക്, ഇവരൊക്കെ കാണിക്കുകയും കേൾക്കുകയും ചെയ്ത് കണ്ടുപഠിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒത്തിരി വ്യത്യാസം വരും ലൈഫിൽ. നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? ഒന്നുമില്ല നഷ്ടപ്പെടാൻ. ആ സ്നേഹം ആ രീതിയിൽ തിരിച്ചും അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സമ്പൂർണ്ണമായിരിക്കും. ഏതായാലും എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓണാഘോഷ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. സന്തോഷമായി. പൊളി. എങ്ങനെയാണ് ഓണാഘോഷ പരിപാടിയൊക്കെ? സൂപ്പർ. അടിപൊളി, സൂപ്പർ. ഓണാഘോഷ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടു. വള്ളംകളിയൊക്കെ ഇഷ്ടപ്പെട്ടു. ചോദിച്ചേട്ടാ, ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെ ചെയർമാൻ പറഞ്ഞു ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം പിരിച്ചു കൊടുക്കാനൊക്കെ മുൻകൈ എടുത്ത് ചോദിച്ചേണ്ടെന്ന്. എന്നായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം? മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഓണാഘോഷ പരിപാടി നടത്തി. അപ്പം നമ്മുടെ ഈ ജയകൃഷ്ണൻ്റെ ഗ്രൂപ്പ് മാത്രം, ദയ പാലിറ്റി കെയറിൻ്റെ ഗ്രൂപ്പിൽ മാത്രം ഓണാഘോഷ പരിപാടി ഇല്ലയെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകത, ഒരു വിഷമം പോലെ. അപ്പോൾ ഇവിടെ കുറേ പാവങ്ങൾ കിടക്കുന്നുണ്ട്, അവരെയും നമുക്ക് മീറ്റ് ചെയ്തു. അപ്പം ഞാൻ ജയകൃഷ്ണന് ഊർജ്ജം കൊടുത്തു, നമുക്ക് നടത്താം, ഞാൻ കുറേ സഹായിക്കാം.
എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണ് പുള്ളി ഉണർന്നത്. പുള്ളി ഉണർന്ന് പ്രവർത്തിച്ചു. ഞാനും എന്നെ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുത്തു. പകുതി ഇഷ്ടോളം ഞാനും ഒപ്പിച്ചു. എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ കൊടുത്തത്? ഇവിടെ ഒരു 30 മുണ്ട് കൊടുത്തു, 19,000 രൂപ കൊടുത്തു, പിന്നെ ഒരു 250 കിലോ അരി കൊടുത്തു. അത്രയാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഗോപിച്ചേട്ടന് എന്നെ ലോട്ടറി വിൽപ്പനയാണോ? അതെ, എനിക്ക് ലോട്ടറി ദിവസം ഒരു 60 ലോട്ടറി എടുത്ത് ഞാൻ കൊടുക്കും. അതാണ് എൻ്റെ തൊഴിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.